ലോക വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാതയായ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം മൂലം കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ അതിന്റെ വലിയൊരു അനതരണം ലോകത്തിന്റെ പല ഭാഗത്തും അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു പ്രധാനപ്പെട്ട ആഗോള വ്യാപാര കേന്ദ്രമായി ഉയർന്നുവരികയാണ്. എന്തുകൊണ്ട് വിഴിഞ്ഞം? ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം 100-ലധികം കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടാൻ അനുമതി തേടിയിരിക്കുന്നത്. ഈ തുറമുഖത്തിന്റെ പ്രകൃതിദത്തമായ ആഴവും അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളോടുള്ള തന്ത്രപരമായ സാമീപ്യവുമാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. കേവലം 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽപാത എന്നത് വിഴിഞ്ഞത്തിന് വലിയൊരു മുൻതൂക്കം നൽകുന്നു. വികസനവും പ്രതിസന്ധികളും. അദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനം ഇപ്പോൾ അതിവേഗത്തിലാണ് നടക്കുന്നത്. ഇത് പൂർത്തിയായാൽ ഒരേ സമയം 5 വലിയ മാതൃകപ്പലുകളെ അഥവാ മദർഷിപ്സിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി വിഴിഞ്ഞത്തിന് ലഭിക്കും. ഇത് കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളുമായി നേരിട്ട് മത്സരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. എന്നാൽ നിലവിൽ വിഴിഞ്ഞത്തിന് പരിമിതമായ ശേഷി മാത്രമേ ഉള്ളൂ എന്നത് ഒരു വെല്ലുവിളിയാണ്. അതിനാൽ ആവശ്യമായത്ര കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പലതിനെയും മടക്കി അയക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. ശശി തരൂരിന്റെ വാക്കുകൾ. തിരുവനന്തപുരം MP ശശി തരൂർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ തുറമുഖത്തിന്റെ യഥാർത്ഥ മൂല്യം ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2028ഓടെ 2ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇത് വൻതോതിൽ വികസിപ്പിക്കപ്പെടും. ഇത്തരമൊരു തന്ത്രപ്രധാനമായ സമ്പത്ത് നമ്മുടെ ദക്ഷിണ പടിഞ്ഞാറൻ തീരത്തുണ്ട് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ്. ആഗോള വിതരണ ശൃംഖലകൾ സമ്മർദ്ദത്തിലാകുന്ന ഇക്കാലത്ത് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വലിയൊരു നേട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായി തുടങ്ങിയ വിഴിഞ്ഞം ഇന്നും ഒരു ആഗോള അനിവാര്യതയായി മാറുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കേവലം ഒരു തുറമുഖം മാത്രമല്ല ഇത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ സ്വപ്നമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്ന് നമ്മുടെ തൊട്ടടുത്തു വരുന്നു. 2025 മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിന് സമർപ്പിച്ചു. എന്താണ് ഈ തുറമുഖത്തിന്റെ പ്രത്യേകത? ഇതെങ്ങനെയാണ് കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ ആഗോള തുറമുഖങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ചരിത്രത്തിന്റെ വഴികളിലൂടെ. വിഴിഞ്ഞത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം 2ാം നൂറ്റാണ്ട് BCE മുതൽ ഇവിടെ കച്ചവടങ്ങൾ നടന്നിരുന്നു. 8ാം നൂറ്റാണ്ടിൽ അയ്യ രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ ഒരു ആധുനിക തുറമുഖം എന്ന ആശയം 1940കളിൽ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ കൊണ്ടുവന്നതാണ്. പിന്നീട് പല സർക്കാരുകളും മാറി മാറി വന്നെങ്കിലും പദ്ധതി കടലാസിലൊതുങ്ങി. 2015-ൽ അദാനി ഗ്രൂപ്പ് കരാർ ഏറ്റെടുത്തതോടെയാണ് വിഴിഞ്ഞത്തിന് ജീവൻ വെച്ചത്. എന്താണ് വിഴിഞ്ഞത്തിന്റെ ഡീപ്പ് വാട്ടർ മാജിക്? വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രകൃതിദത്തമായ ആഴമാണ്. ഏകദേശം 24 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതുകൊണ്ട് വലിയൊരു തുക ചെലവാക്കി കടലാഴം കൂട്ടേണ്ട ഡ്രെഡ്ജിങ്ങിന്റെ ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ULCSന് ഇവിടെ അടുക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണിത്. ഇതിന്റെ ബ്രേക്ക് വാട്ടർ അഥവാ പുലിമുട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയതാണ്. ഏകദേശം 28 മീറ്റർ, അതായത് ഒരു 9 നില കെട്ടിടത്തിന്റെ ഉയരത്തിനു തുല്യം. തന്ത്രപരമായ പ്രാധാന്യം. ലോകവ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്നത് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിലൂടെയാണ്. ഈ പാതയിൽ നിന്ന് വെറും 19 കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം. ഈ ലൊക്കേഷൻ തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ബലം. കൊളംബോ, സിംഗപ്പൂർ, ജബലലി തുടങ്ങിയ തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെന്റ് ബിസിനസിന്റെ വലിയൊരു ഭാഗം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇന്ത്യയുടെ പടിഞ്ഞാറൻ, കിഴക്കൻ തീരങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ വിഴിഞ്ഞം ഒരു ഹബ്ബായി പ്രവർത്തിക്കും. പ്രതിഷേധങ്ങളും വെല്ലുവിളികളും. വിഴിഞ്ഞം ഒരിക്കലും വിവാദങ്ങളില്ലാത്ത ഒരു പദ്ധതിയായിരുന്നില്ല. വലിയൊരു ജനവിഭാഗത്തിന്റെ, പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ഈ പദ്ധതി ബാധിക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു. കടൽക്ഷോഭം രൂക്ഷമായതും വീടുകൾ നഷ്ടപ്പെട്ടതും പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പള്ളി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ വലിയ സംഘർഷത്തിൽ വരെ കലാശിച്ചു. ഒക്കി ചുഴലിക്കാറ്റ്, COVID-19, കല്ലുകളുടെ ലഭ്യതക്കുറവ് തുടങ്ങിയവ നിർമ്മാണത്തെ പലതവണ തടസ്സപ്പെടുത്തി. ഈ പ്രതിസന്ധികളെ മറികടന്നാണ് ഇന്ന് വിഴിഞ്ഞം പൂർണ്ണതയിലെത്തിയത്. ഭാവി സാധ്യതകൾ. വിഴിഞ്ഞത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചു. ഇനി വരാനിരിക്കുന്ന ഘട്ടങ്ങളിലൂടെ ഇതിന്റെ ശേഷി പല മടങ്ങ് വർദ്ധിക്കും. ഇന്ത്യയിലെ 3ാമത്തെ വലിയ റെയിൽവേ ടണലിലൂടെ വിഴിഞ്ഞം ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിക്കപ്പെടും. ക്രൂയിസ് കപ്പലുകൾക്കായി പ്രത്യേകം ബർത്തൊരുങ്ങുന്നു. ബങ്കറിംഗ്. കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന സൗകര്യം വഴി വിഴിഞ്ഞം ഒരു പ്രധാന സ്റ്റോപ്പ് ഓവർ പോയിന്റായി മാറും. ചുരുക്കത്തിൽ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ മാരിടൈം അഭിലാഷങ്ങളുടെ വിജയമാണ്.
ദുബായിലോ കൊളംബോയിലോ പോയി കണ്ടെയ്നറുകൾ ഇറക്കി വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ലോകോത്തര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ഉണ്ടായിരിക്കുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ വിഴിഞ്ഞം വരുത്തുന്ന മാറ്റം ചെറുതായിരിക്കില്ല. ഇന്ത്യയുടെ ഈ വലിയ നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിഴിഞ്ഞം നമ്മുടെ കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് തോന്നുന്നു? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.